നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേട തിരുവാതിര മഹോത്സവം അതിന്റെ ആഘോഷത്തോടെയും ആരവത്തോടെയും പരിസമാപ്തി കുറിക്കുകയുണ്ടായി. ഇരുകൈയും നീട്ടിയാണ് ഭക്തജനങ്ങൾ മഹോത്സവം വരവേറ്റത്. പനക്കൽക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻവശവും കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയും ഉൾപ്പെട്ട സ്ഥലത്ത് ഒരു മാലിന്യക്കുഴിയുണ്ട്. എന്നാൽ ഇപ്പോൾ ആ കുഴി മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യം കൊണ്ട് ആ കുഴി മൂടി എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ അതിന് ചുറ്റുമാണ് മാലിന്യങ്ങൾ കൊണ്ടു തള്ളുന്നത്. മഴക്കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മാലിന്യം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാരണം തെരുവ് നായശല്യം രൂക്ഷമാവുകയും ചെയ്യും. ഇതുകൊണ്ട് ദോഷമുണ്ടാകുന്നത് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കും സമീപവാസികൾക്കുമാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡും ശ്രമിക്കുക തന്നെ വേണം. ഇനിയും ഭക്തജനങ്ങൾ വരാനുള്ളതാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും. അവർക്കൊരു ബുദ്ധിമുട്ടായി ഒരിക്കലും മാറരുത് ഇത്. കേരളത്തിനകത്തും പുറത്തുനിന്നും ഒട്ടനവധി ഭക്തർ ദർശനം നടത്തുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.